വളരെ പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്ക് പോവുകയാണ്. അല്പസമയം മുൻപാണ് നമ്മൾ പറഞ്ഞത് കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നുള്ളത്. അതിൽ എഫ്ഐആറിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് ബസ്സിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് അത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്ന് എഫ്ഐആറിൽ പരാമർശമുണ്ട്. അനന്തകൃഷ്ണ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അനന്തൻ, ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അത് നഷ്ടപ്പെട്ടു എന്ന് പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞപ്പോൾ മുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അത് മേയറും എംഎൽഎയും ഉൾപ്പെടെയുള്ള പ്രതികൾ ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഗുരുതരമായ ഒരു കാര്യമാണ്. പൂജ, ഈ മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കേസിലെ എഫ്ഐആർ അത്യന്തം ഗൌരവ സ്വഭാവത്തിലുള്ളതാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയ്ക്കും ഒപ്പമുള്ള ഉണ്ടായിരുന്ന മറ്റു 4 പേർക്കുമെതിരെ ഈ എഫ്ഐആറിൽ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ്സിലുണ്ടായിരുന്ന സിസിടിവി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും സ്വാധീനം ഉപയോഗിച്ചാണ്. ഇത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചതെന്നാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. മാത്രമല്ല, മേയറും സംഘവും സഞ്ചരിച്ചിരുന്ന കാറ് ഈ ബസ്സിനെ പിന്തുടരുകയും സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് ബസ്സിന്റെ കുറുകെ കാർ കൊണ്ട് നിർത്തി ബസ്സിനെ തടഞ്ഞിടുകയും ചെയ്തു. അതിനുശേഷം ഡ്രൈവർക്കെതിരെ ആക്രോശിച്ചു. സച്ചിൻ ദേവ് എംഎൽഎ ഈ ബസ്സിനുള്ളിൽ കടന്ന് ഡ്രൈവർക്കെതിരെയും മറ്റ് യാത്രക്കാരെക്കെതിരെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യ ആരോപണങ്ങളാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മെമ്മറി കാർഡിൽ ഈ ദൃശ്യങ്ങളെല്ലാം ചിത്രീകരിക്കപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ, ബസ്സിനുള്ളിലെ ഡിവിആറിലുണ്ടായിരുന്ന മെമ്മറി കാർഡ്, ആ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം IPC 353, 447, 341, 294B, 201, 34, മോട്ടോർ വെഹിക്കിൾ ആക്ട് 177 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ പ്രതികൾ മേയർ ആര്യ രാജേന്ദ്രൻ, രണ്ടാം പ്രതി സച്ചിൻ ദേവ് എംഎൽഎ, മേയർ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദ്, അരവിന്ദിന്റെ ഭാര്യ ആര്യ, പിന്നെ കണ്ടാലറിയാവുന്ന മറ്റൊരു യുവാവ്. ഇത്രയും ഈ 5 പേർക്കെതിരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. ഡ്രൈവർ യദു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.